പൂനെമല്ലൂസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ലതായിട്ട് തഴച്ചു വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയെ പറ്റിയാണ്. അപ്പോൾ ആ എണ്ണയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത് കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ്. കറ്റാർവാഴ മാത്രമല്ല, അതിനകത്ത് 1-2 ചേരുവകളൂടെ ചേരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കറ്റാർവാഴ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രകൃതിദത്ത കണ്ടീഷണറാണ് കറ്റാർവാഴ. അതുപോലെ കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കെല്ലാം കറ്റാർവാഴ നല്ലൊരു മരുന്നാണ്. നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഈർപ്പം നൽകുവാനും അതുവഴി ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാനും ഈ കറ്റാർവാഴയ്ക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താരനുള്ള നല്ലൊരു മരുന്നാണ് കറ്റാർവാഴ. അതുപോലെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുപ്പുകൾ ഇതെല്ലാം മാറുന്നതിനും കറ്റാർവാഴ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ കറ്റാർവാഴ ഉപയോഗിച്ച് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്നാണ്. ഈ എണ്ണയിൽ ഒരു തരത്തിലുള്ള രാസവസ്തുക്കളും നമ്മൾ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഈ എണ്ണ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ എണ്ണയുമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. 100% എഫക്റ്റീവായിട്ടുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എൻ്റെ ബാൽക്കണിയിൽ വെച്ചിട്ടുള്ള അലോവേര പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അലോവേര നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിതൊരു ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട് എണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അലോവേര ജെല്ല് വെച്ചിട്ട് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ തൊലി മൊത്തം നല്ലതുപോലെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇത് 3 എണ്ണവും നല്ലതുപോലെ കഴുകിയെടുക്കാം. പൊടിയൊന്നും ഇല്ല, നല്ല ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. ഇത് മൊത്തം പൊടി ആയതുകൊണ്ടാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം മൊത്തം ഒരു ടവൽ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചെടുക്കണം. ഇനി വെള്ളം ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ കേടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ജലദോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ തൊലി കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിലത്തെ മുള്ളെല്ലാം കളഞ്ഞതിന് ശേഷം ആ തൊലി മാത്രം കട്ട് ചെയ്ത് മാറ്റി ജെല്ലെടുക്കാം. അപ്പോൾ ഈ തൊലി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലരിൽ തലയ്ക്കിൽ ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അലർജിയാണ് ഈ കറ്റാർവാഴയുടെ തൊലി. അപ്പോൾ തൊലി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. തൊലിയുടെ ആവശ്യമില്ല, ജെല്ല് മാത്രം എടുത്താൽ മതി. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി വളരുന്നതിന് ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ. അപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഈ കറ്റാർവാഴയുടെ ഈ ജെല്ല് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടിയാലും മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ജെല്ല് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചുന്നതിന് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, അതുപോലെ അലോവേര ജെല്ല്. ഇനി വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് ഇട്ട് കാച്ചിയാൽ നമുക്ക് ഹെയറിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ എണ്ണ കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക്, എണ്ണ, അലോവേരയുടെ ജെല്ല് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. ചിലർ എണ്ണ കാച്ചി ഇറക്കാറാകുമ്പോഴാണ് കുരുമുളക് ഇടാറ്. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ ഞാൻ എണ്ണ കാച്ചുമ്പോൾ ആദ്യം തന്നെ കുരുമുളക് ഇടാറുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള സത്തുകളെല്ലാം നല്ലതുപോലെ എണ്ണയിലേക്ക് ഇറങ്ങും. അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന പതയെല്ലാം മാറി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം എണ്ണ ഉണ്ടാക്കുവാൻ. ചെറിയ തീയിൽ വേണം എണ്ണ കാച്ചാനായിട്ട്. ഇതുപോലെ കൂടെ നിന്ന് ഇളക്കി നല്ലതുപോലെ കാച്ചിയെടുക്കണം. അതുപോലെ തന്നെ ഈ കുരുമുളകിന് പകരം ഉലുവ ഇടുന്നതും ഏറ്റവും നല്ലതാണ്. ഉലുവയും തലമുടി വളരുന്നതിനും തലയിൽ താരൻ ഉണ്ടാകാതിരിക്കുന്നതിനും ഏറ്റവും നല്ലതാണ്.
അപ്പോൾ നമ്മുടെ അലോവേര ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു അരിപ്പ ഉപയോഗിച്ച് ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇതെനിക്ക് 1 മാസത്തേക്കുള്ള എണ്ണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 1 കപ്പ് കറ്റാർവാഴയും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല 1 മാസത്തേക്കെങ്കിൽ 200 ml വെളിച്ചെണ്ണ എടുത്തിട്ട് 1/2 കപ്പ് കറ്റാർവാഴയും അതിനനുസരിച്ച് കുരുമുളകും എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അലോവേര ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. എപ്പോഴും ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി ഞാൻ ഇച്ചിരി എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ എങ്ങനെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇഷ റെഡി ആയിട്ടിരിക്കുകയാണ്. അവൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പം വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുക. നമുക്ക് എങ്ങനെയാണ് എണ്ണ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളുടെ ഈ 5 വിരലുകളും എണ്ണയിൽ മുക്കുക. എന്നിട്ട് ഈ വിരലുകൾ വെച്ചിട്ടാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണ ഇങ്ങനെ വിരലിൽ മുക്കിയതിന് ശേഷം ഈ വിരലിൽ മൊത്തം എണ്ണ ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ എണ്ണ സ്കാൽപ്പിലാണ് തേച്ച് കൊടുക്കേണ്ടത്. ചെറിയ ചൂടേ ആകാവുള്ളൂ. ഇതിപ്പം നാളെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ എണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ. എല്ലാ ദിവസവും തേക്കണമെന്നില്ല. ആഴ്ചയിൽ 3 ദിവസം തേച്ചാൽ മതി. ആദ്യം സ്കാൽപ്പിലെല്ലാം തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടിയുടെ തുമ്പിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ തലയിൽ നല്ലതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ മസാജും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഇതുപോലെ തലയിലിട്ടേക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകിൽ താളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചോ നമുക്കിത് കഴുകിക്കളയാം. ഒരിക്കലും തലയിൽ എണ്ണ അതുപോലെ ഇട്ടേക്കില്ല. എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് കഴുകിക്കളയണം. തലയിൽ അതുപോലെ ഇട്ടേക്കരുത്. അത് പലതരം സ്കിൻ രോഗങ്ങൾക്കും കാരണമാകും. കാരണം ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് തലയിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പിമ്പിൾസ് അതുപോലെ സ്കിൻ പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണ കൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കഴിഞ്ഞ് അത് നല്ലതുപോലെ കഴുകിക്കളയണം. ഷാമ്പു ഉപയോഗിച്ചിട്ട് അത് മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക അല്ലെങ്കിൽ താളി ഉപയോഗിക്കുക. ഇത് രണ്ടേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഹെയർ നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റുള്ള ഹെയർ ഓയിൽ പോലെ അല്ല ഇത് തലയിൽ തലമുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് കിടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ഹെയർ ഓയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓയിലാണ്. ഞങ്ങളിവിടെ എല്ലാവരും വീട്ടിൽ ഈ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഞങ്ങളിത് അപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.